അതെ, കർത്താവിന്റെ വചനം പറയുന്നു, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ കർത്താവിന്റെ രാജ്യത്തിൽ വിതയ്ക്കുന്നത് നന്നായി വിതച്ചോണം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ വിതച്ചോണം. നിങ്ങൾ തക്ക സമയത്ത് കൊയ്തിരിക്കും. അതുപോലെ അതിന്റെ താഴെയുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതെ, എങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവം സ്നേഹിക്കുന്നത്? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ. ആരുടെയും നിർബന്ധത്താലെ ആവരുത് നമ്മൾ കൊടുക്കുന്നത്. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിക്കത്തില്ല. ആമേൻ, സ്തോത്രം. കൊടുക്കുന്നത് അല്പമായിരുന്നാലും വലുതായിരുന്നാലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ കൊടുത്താട്ടെ. ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കും. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ വചനത്തിൽ കൂടി ആലോചന അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഇന്ന് ഈ പകലിൽ ഒത്തുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. ഗലാത്യർ 6:9 ഇങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. അതെ, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുക്കണ്ട, ചെയ്താട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ തക്ക സമയത്ത് കൊയ്തിരിക്കും. നിങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്നാകട്ടെ, നിങ്ങളുടെ കരത്തിലിരിക്കുന്ന അല്പമായിക്കോട്ടെ, നിങ്ങൾ കൊടുത്താട്ടെ. സ്വർഗത്തിലെ ദൈവം ആ മേഖലകളിന്മേൽ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ കൂടി പൂർണ്ണമായി തീർത്തു തരും. അതെ, പകുതിയായി തീർത്തു തരുമെന്നല്ല, ഭാഗികമായി തീർത്തു തരുമെന്നല്ല, പൂർണ്ണമായി ദൈവം തീർത്തു തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതരെ, നിങ്ങളുടെ ഏത് മേഖലകളിലുള്ള ബുദ്ധിമുട്ടോ ആയിക്കോട്ടെ, കർത്താവിന് കൊടുക്കുന്നത് നന്നായിട്ട് കൊടുത്തോണം. അത് ആരാധനയാണെങ്കിൽ നന്നായി ആരാധിച്ചോണം. ആമേൻ, സ്തോത്രം. ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടുകൂടെ ആയിരിക്കണം. തക്ക സമയത്ത് നിങ്ങൾ കൊയ്തിരിക്കും.